ട്രാവലർ മീൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ തികച്ചും വ്യത്യസ്തമായ ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രെഡ്, ബണ്ണ്, മുട്ട, പിന്നെ തലേ ദിവസത്തെ നമുക്ക് ലെഫ്റ്റ് ഓവറായിട്ടിരിക്കുന്ന ചിക്കൻ കറിയോ ഫിഷ് കറിയോ വെജിറ്റബിൾ കറിയോ നമ്മൾക്ക് എന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് ചെയ്യാവുന്ന ഒരു വ്യത്യസ്തമായ രുചിക്കൂട്ട്. തീർച്ചയായിട്ടും പെട്ടെന്ന് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻസ് അറിയിക്കണം. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. നമ്മൾ സ്റ്റൗവിലേക്ക് ഒരു ഫ്രൈ പാൻ വെച്ച് അത് ഹീറ്റാകുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ചേർത്ത് കൊടുക്കാം. അത് നല്ലതായിട്ടൊന്ന് അല്പം ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ചില്ലി 2 എഗ്ഗ് ചേർത്ത് കൊടുക്കാം. അത് നല്ലതായിട്ടൊന്ന് ഒരു ബുർജി പരുവത്തിലേക്ക് എടുത്തിട്ട് നമുക്കതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഗ്രേവി വിത്ത് ചിക്കൻ അല്ലെങ്കിൽ ഫിഷോ ഏതാണോ അത് ചേർത്ത് കൊടുക്കാം. ഗ്രേവി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എന്തും നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതൊന്ന് നല്ലതായിട്ട് ഇളകി അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ ഒന്ന് ഔട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബണ്ണ് അല്ലെങ്കിൽ ബ്രെഡ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അല്പം ഡ്രൈ ആയി വരുന്ന പരുവത്തിൽ നല്ലതായിട്ടൊന്ന് ഇളകി കൊടുത്ത് അല്പം ഡ്രൈ ആയി വരുന്ന പരുവത്തിൽ നമുക്ക് അതിലേക്ക് ഒരു അല്പം സാൾട്ട് ചേർത്ത് കൊടുക്കാം. അത് ടേസ്റ്റ് നോക്കി അതിനാവശ്യമാണെങ്കിൽ അല്പം സാൾട്ട്, എരി വേണ്ടിയവർക്ക് ഇപ്പോൾ ഒരു അല്പം പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിനകത്ത് ഞാൻ പെപ്പർ പൗഡർ ഉപയോഗിച്ചിട്ടില്ല. അതോടൊപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, കാഷ്നട്ട്സ്, ബദാം എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അത് ഈവനിങ് സ്നാക്കായിട്ടോ നിങ്ങൾക്ക് ഏത് രീതിയിലും ഇത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ബ്രേക്ക്ഫാസ്റ്റായിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ഏത് സമയത്തും നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഈ കുക്കിംഗ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻസ് ചെയ്ത് തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് അറിയിക്കണം.